300-ൽ പരം സിറ്റിംഗ് കപ്പാസിറ്റിയോടെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ആഘോഷങ്ങൾ ഉത്സവമാക്കാൻ വൈഗ ഹാൾ നിയർ ഏഴുപുന്ന കുമ്പളങ്ങി ബ്രിഡ്ജ്. കോൺടാക്ട് 9645600115 9961100115. ദീപം പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തി അഗതി മന്ദിരത്തിൽ വിഷു ആഘോഷിച്ചു. ദീപം പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തി അഗതി മന്ദിരത്തിൽ വിഷു ആഘോഷിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ വേണുഗോപാൽ വെമ്പിളി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് വിഷുദിന സന്ദേശം നൽകി. യഥാർത്ഥത്തിൽ അത് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള മണ്ണിനെ ഒരുക്കുന്ന ഒരു പ്രവൃത്തിയാണ് പ്രകൃതിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം മണ്ണും മനുഷ്യനോടുള്ള മണ്ണിനോടും മനുഷ്യനുള്ള ഒരു ഹൃദയബന്ധത്തെയാണ് വിഷു യഥാർത്ഥത്തിൽ സന്ദേശം നൽകുന്നത്. മണ്ണിനെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു ദിനമായി വിഷുവിനെ നമുക്ക് മാറ്റി തീർക്കുവാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ദീപം പള്ളുരുത്തി വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. കഴിഞ്ഞ ദിവസമാണ് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് അതിന് മുൻപായി ഇവിടെ ഒരു നോൻപുതറ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്ത ഒരു പൊതുപ്രവർത്തകനാണ്. വിഷുക്കഞ്ഞി വിതരണം ടി പി സുധനും വിഷുക്കൈനീട്ടം പി വി ബാബുവും നിർവഹിച്ചു. എം എച്ച് കബീർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ അഡ്വക്കേറ്റ് പി എസ് ബിജു, മുൻ കൗൺസിലർ കെ ആർ പ്രേംകുമാർ, കെ പി സോമൻ, കെ കെ മുഹമ്മദ് അഷ്റഫ്, കെ എം ഹസൻ, രാജി പള്ളുരുത്തി, തോമസ് കോർശ്ശേരി, പി എം അശോകൻ, ടി കെ സുന്ദരൻ, മാധ്യമപ്രവർത്തകരായ വി പി ശ്രീലൻ, എം എം സലീം, റിജന്റ് ബെല്ലോ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 11 വർഷമായി ദീപം പള്ളുരുത്തി വിഷു ആഘോഷിച്ചു വരുന്നത്. പള്ളുരുത്തി അഗതി മന്ദിരത്തിൽ വെച്ചാണ് വിഷു ആഘോഷിക്കുന്നത്. കൺവീനർമാരായ സി പ്രസാദ്, പി ഡി സുരേഷ്, സി ജി സന്തോഷ്, എം എം പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. ദീപം പള്ളുരുത്തി ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഇഫ്താർ വരുമ്പോൾ ഇതേ സ്ഥലത്ത് തന്നെ സംഘടിപ്പിക്കുകയും ഇന്ന് വിഷുദിന ആഘോഷവും ഇവിടെ തന്നെ നടത്തുകയാണ്. കാരണം അവരുടെ ഒരു സന്ദേശം തന്നെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ആ ഒരു നന്മ മുറുകെ പിടിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം. മാത്രമല്ല ഇന്ന് ഈ ഇവിടെ നടക്കുന്ന വിഷുദിന ആഘോഷം അന്തരിച്ച സതി സദാശിവന്റെ ഓർമ്മക്കായി അവർ സമർപ്പിച്ചിരിക്കുകയാണ്. ആ സഹോദരിക്കും സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ദീപത്തിന് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടു. ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി.